നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ കുടുങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥികൾക്ക് തിരികെ നാട്ടിലേക്ക് എത്താൻ വഴി ഒരുങ്ങുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർണായക ഇടപെടലോടെയാണ് വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് വിരാമമായത്. അതിർത്തികളിൽ പെട്ടുപോയ വിദ്യാർത്ഥികളെ തിരികെ നാട്ടിലെത്തിക്കാൻ തന്റെ അഭ്യർത്ഥന പ്രകാരം റെയിൽവേ മന്ത്രാലയം പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അയച്ച കത്തും പ്രത്യേകമായി അനുവദിച്ച ട്രെയിനിന്റെ വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ജമ്മു, ശ്രീനഗർ, ബാരാമുള്ള, പഞ്ചാബ്, ജലന്ധർ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്നും മറ്റു ഡൽഹിയിൽ എത്തി കുടുങ്ങിക്കിടക്കുന്ന വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുമുള്ള മലയാളി വിദ്യാർത്ഥികൾ കേരളത്തിലെത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ തന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തെഴുതുകയുമായിരുന്നു. അതിന് പരിഹാരമായി ഡൽഹിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെത്താൻ വേണ്ടി 24 കോച്ചുള്ള പ്രത്യേക ട്രെയിൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. ഇക്കാര്യമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കുന്ന സൂപ്പർഫാസ്റ്റ് റിസർവ്ഡ് സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനാണ് പുതുതായി അനുവദിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു സർവീസ് മാത്രമാണ് ഉണ്ടാവുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, കായംകുളം, കൊല്ലം, വർക്കല, തിരുവനന്തപുരം സെൻട്രൽ എന്നിവിടങ്ങളിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പുകൾ ഉണ്ടാവുക. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഇത് പ്രകാരം പാകിസ്ഥാന്റെ ആക്രമണത്തിന് തക്ക മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയത്. 4 ദിവസത്തെ പ്രത്യാക്രമണ ശേഷമാണ് വെടിനിർത്തൽ കരാറിൽ ഇന്ത്യയും പാക്കും എത്തിയത്. എന്നാൽ ഈ കരാറുകളുടെ ലംഘനവും പാക് നടത്തി. ഈ കരാർ ലംഘനത്തെ ഇന്ത്യ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഇത് ഗൗരവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യണമെന്ന് പാകിസ്ഥാനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഏതൊരു അതിർത്തി ലംഘനത്തെയും ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിടും. അതിന് അവർക്ക് നിർദ്ദേശവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.